നമ്മുടെ നാട്ടിൽ ഒരു ക്ലാസ് ഓഫ് ആളുകൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നു. അവരെന്താണ് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുന്നത്? സാധാരണ എല്ലാവരും ആദ്യം സേവിങ്സ് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു. ഇതല്ല എങ്കിൽ നേരെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഓടുന്നു. ഇതാണ് സാധാരണക്കാരൻ ഓടുന്ന ഒരു വഴി. മറ്റവരിതിൽ എന്ത് വ്യത്യസ്തമായി ചെയ്തിട്ടാണ് ലൈഫ് സ്റ്റെബിലിറ്റി കൂട്ടിക്കൊണ്ട് വരുന്നത്, ലിവിങ് സ്റ്റാൻഡേർഡ്സ് അപ്ഗ്രേഡ് ചെയ്യുന്നത്? ബേസിക്സ് നോക്കൂ. ഇവിടെ ഇപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു ബാങ്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ വെക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് 8% തരാം. അയ്യോ, എന്ത് വലിയ നമ്പർ അല്ലേ? ബട്ട് വാട്ട്സ് റിയാലിറ്റി? ദാറ്റ്സ് ഫേക്ക് നമ്പർ. അവർ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് എ ഫേക്ക് ഇൻട്രസ്റ്റ് റേറ്റ്. ബിക്കോസ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ ആണ്. നമ്മുടെ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ CPI. ഗവൺമെൻറ് പറയുന്ന CPI തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 6% വരുന്നുണ്ട്. ഇതല്ല ഫുഡ് ഇൻഫ്ലേഷൻ ആണെങ്കിൽ 10% മുകളിലാണ്. ഡെയിലി നിങ്ങൾ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നില്ലല്ലോ, യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുന്നില്ലല്ലോ, വണ്ടി വാങ്ങുന്നില്ലല്ലോ. സോ ഡെയിലി നമ്മൾ വാങ്ങുന്ന ബ്രെഡ്, മുട്ട, പാല്, പഴം, ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ, ഫുഡ് ഇൻഫ്ലേഷൻ അപ്പോൾ 10% ആണ് എങ്കിൽ ബാങ്കുകൾ നിങ്ങൾക്ക് 8% തരുമ്പോൾ എന്ത് പറ്റിച്ചു നിങ്ങളെ. ഫൈൻ. അടുത്തത്, ഇപ്പം നിങ്ങൾക്ക് FD ഇടണ്ട. കാരണം ഇതാണ് പ്രോബ്ലം. കയ്യിൽ 5 പൈസ നിൽക്കാത്ത വ്യക്തിയാണ്, എല്ലാം ചിലവായി പോകുന്നു എന്ന് കംപ്ലൈൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ RDക്ക് പോവുക. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് SIP, സേവിങ്സ് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ പോലെയല്ല. ഇത് നിങ്ങളുടെ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വെഹിക്കിളാണ്. നിങ്ങൾ ഒരു വർഷത്തേക്ക് ഒരു RD ഇടുന്നു, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് ഒരു RD ഇടുന്നു, അതിനൊരു ഇൻട്രസ്റ്റ് റേറ്റ് ലോക്ക് ചെയ്യുന്നു. 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ആ തുക നിങ്ങളൊരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ്. സേ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്, ആൾക്കാർ പറയും ക്രിപ്റ്റോ ഭയങ്കര റിസ്ക്കിയാണ്, മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബെറ്റർ. ഓക്കെ, ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഇന്ത്യൻ ഇൻഡെക്സിൻ്റെ ആവറേജ് ഗ്രോത്ത് ലാസ്റ്റ് 10 ഇയേഴ്സിൽ എന്താണ്? പെർ ഇയർ ഡേറ്റ 33 to 35%. ബെസ്റ്റ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട് എത്ര എണ്ണം ഉണ്ട് അത്രയും തരുന്നത്? അവരുടെ ഫീസ് കൂടെ കഴിച്ച് നോക്കിയാൽ എത്ര ഇടത്ത് നിങ്ങൾക്ക് 15% കൂടുതൽ കിട്ടും. അപ്പോൾ 35 കിട്ടേണ്ട അടുത്ത് നിങ്ങൾക്ക് 15 താഴെ അവർ തരുന്നുള്ളൂ. സോ ഡു യു വോണ്ട് ദിസ്? എന്ന് വെച്ചാൽ ഇതെല്ലാം മാനേജ്ഡ് അക്കൗണ്ട്സ് ആണ്. അവർ തീരുമാനിക്കും ഏത് വെയിറ്റേജ് എവിടെ കൊടുക്കണം. ബിഗ് ക്യാപ്സ് വേണോ, സ്മോൾ ക്യാപ്സ് വേണോ, ബ്ലൂ ചിപ്സ് വേണോ, ഹൈ റിസ്ക് വേണോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്, നിങ്ങളല്ല. നിങ്ങളുടെ ഓൺ ഡിസിഷൻസ് അല്ല. വേറെ ക്രിപ്റ്റോ ഇസ് കംപ്ലീറ്റ്ലി യുവർ ഡിസിഷൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസ്കിൽ, ഇഷ്ടമുള്ള പ്രോജക്റ്റിൽ, ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ക്യാപിറ്റൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ RD ചെയ്തു വെക്കുക. 1 year 2 year കഴിഞ്ഞ് വരുന്ന ക്യാപിറ്റൽ ചെയ്യുക. ഇനി ഇഫ് ക്രിപ്റ്റോ ഇസ് ടു റിസ്കി ഫോർ യു, അതാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്കിൽ ഓക്കെ, യു ഡോണ്ട് നീഡ് ക്രിപ്റ്റോ, യു കാൻ ടച്ച്, ബിക്കോസ് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ ടു ലോ ആണ്. യുവർ ഓപ്ഷൻ ഇസ് ഗോൾഡ്, ബിക്കോസ് എല്ലാവരും കമ്പയർ ചെയ്യുന്നത് സേവിങ്സ് ആണ്. സേവിങ്സിൻ്റെ പ്രശ്നം എന്താണ്? ഇതൊരു സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുകയാണ്. നാളെ മാമൻ്റെ കല്യാണം വന്നു, മച്ചൂനൻ്റെ കല്യാണം വന്നു, വാട്ട് വിൽ യു ഡു? ഇതിന് അങ്ങോട്ട് എടുത്തു, ചിലവാക്കി, തീർന്നു, ബും, കത്തിപ്പോയി. വേറെ RD ആകുമ്പോൾ അത് അവിടെ കിടക്കും, ലോക്ക്ഡ് ആണ്. ക്ലോസ് ചെയ്യണേ ചെയ്യാം, യു ഹാവ് ദ പെനാൽറ്റി. പക്ഷേ മെജോറിറ്റി ആൾക്കാർ അതിന് നിൽക്കില്ല. ചിട്ടിയൊക്കെ അടയ്ക്കുന്ന പോലെയാണ്, എല്ലാം കഴിയുമ്പോൾ നമ്മൾ പിടിക്കുന്നു എന്നുള്ളത് പോലെ ഉള്ളൂ. ഇവിടെ ഇറ്റ്സ് ഇൻ എ ബാങ്ക്. അവിടെ നിങ്ങൾക്കൊരു ഹിസ്റ്ററി ഡെവലപ്പ് ആവുകയാണ്. കറക്റ്റ്ലി നിങ്ങൾ എല്ലാ മാസവും അടയ്ക്കുന്നു, അവിടെ അക്യുമുലേറ്റ് ആകുന്നു, യു ഹാവ് എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദം. അപ്പോൾ ഈ വരുന്ന സാധനം പിന്നീട് എല്ലാ വർഷവും നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നോക്കൂ, ലാസ്റ്റ് 5 വർഷത്തെ ഗോൾഡിൻ്റെ റിട്ടേൺ ആവറേജ് ഇയർലി ഈസ് 100%. ഒന്ന് ആലോചിച്ച് നോക്കി, അതൊരു വലിയ റിട്ടേൺ ആണ്. ഈവൻ ലാസ്റ്റ് 10 ഇയേഴ്സിൽ നോക്കിയാൽ പോലും നമുക്ക് 3 times കിട്ടുന്നുണ്ട്. ലാസ്റ്റ് 100 ഇയേഴ്സിൽ ഗോൾഡ് എടുത്താൽ, 100 അല്ല, ഒരു 50 ഇയേഴ്സിൽ ഗോൾഡ് എടുത്ത് 1971 മുതൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ 10 വർഷവും ഇറ്റ് കൈൻഡ് ഓഫ് ഗിവ്സ് യു എ 200% റിട്ടേൺ. അത് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ടേംസിൽ ബാങ്കുകൾ ഒരിക്കലും തരുന്നില്ല. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യം ഗജ, ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം ഗുജ. ഇനി എന്താ ഉള്ളത്? ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ആളുകൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ട്രബിൾ നമ്മൾ പറഞ്ഞു, സേവിങ്സ് ആൾക്കാർക്ക് പറ്റുന്നില്ല. ഈ ഗോൾഡോ ക്രിപ്റ്റോയോ വാങ്ങാൻ കാശില്ല. അങ്ങനെയുള്ളവർക്ക് RDയിലേക്ക് പോകാം. ബട്ട് RDയിലേക്ക് പോകണമെങ്കിൽ എല്ലാ മാസവും നിങ്ങളുടെ കയ്യിൽ വെറുതെ മാറ്റി വെക്കാൻ ഇൻകം ഉണ്ടാകണം. ഈ ഇൻകം ഇല്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഇറ്റ് ഗോസ് ടു ദ ബേസിക്, ഏറ്റവും മുകളിൽ. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞെടുത്ത്, യു ഡോണ്ട് ഹാവ് ആൻ ഇഷ്യൂ ഓഫ് സേവിങ്, യു ഹാവ് ആൻ ഇഷ്യൂ ഓഫ് സ്പെൻഡിങ്. നിങ്ങൾ കിട്ടുന്ന തുകയിൽ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ സൈഡ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് തീർക്കുന്നു. ഇനി നിങ്ങൾ പറയുന്നു, ഇല്ല ഏറ്റവും മിതമായ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്,
ഏറ്റവും മിതമായ രീതിയിൽ, എന്നിട്ട് പോലും എനിക്ക് 5 പൈസ ബാക്കിയില്ല എന്ന് പറയുകയാണെങ്കിൽ യു ആർ ടു ലേസി. ദാറ്റ്സ് എ റിയാലിറ്റി. പ്രശ്നം എന്താ? സത്യം പറയുമ്പോൾ മുഖത്താടി കിട്ടിയ പോലെയാണ്, റൈറ്റ്? 7-8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നു എന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ ആയിട്ടും നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ബാലൻസ് വരുന്നില്ല എങ്കിൽ ഹൗ ടു യൂസ് യുവർ ടൈം മാനേജ്മെൻറ്റ്. ഈ കേസിൽ നിങ്ങൾക്കുള്ള ട്രബിൾ എന്താ? ഏർണിങ്സ് പ്രോബ്ലം. ഹൗ ക്യാൻ യു ഇൻക്രീസ് യുവർ ഏർണിങ്സ് പൊട്ടൻഷ്യൽ? മേ ബി നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻ്റ് ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കാം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിരിക്കാം, എന്തോ ആവട്ടെ. റീഡ് എ ബുക്ക്. നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക, ഏർണിംഗ് പവർ ഡെവലപ്പ് ചെയ്യുക. ഏർണിങ്സ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങൾക്ക് പോസിബിൾ ആണ്. നിങ്ങളുടെ ടോട്ടൽ ഏർണിങ്ങിൻ്റെ അറ്റ്ലീസ്റ്റ് 30% എങ്കിലും ഇങ്ങനെ വന്നാൽ in a year time you can invest it into gold. If you are a low risk guy, if you are a high risk guy, it goes to crypto. Think about the return. 2017 ഞാൻ ക്രിപ്റ്റോ കാണുമ്പോൾ ബിറ്റ്കോയിൻ വാസ് ലൈക്ക് $750 or $800 ആണ്. ഇപ്പോൾ മാർക്കറ്റ് താഴെ വീണിട്ട് $80,000 ആണ്. യു സി ദ ഡിഫറൻസ്? ഗോൾഡിൻ്റെ വാല്യൂ ഇറ്റ് സ്റ്റിൽ വെന്റ് അപ്പ്. കാരണം ഇപ്പുറത്തെ സൈഡിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റിന് പറ്റുന്ന പ്രശ്നം എന്താ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആകട്ടെ, RD ആകട്ടെ, ബാങ്കിൽ എന്തോ ആവട്ടെ, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇന്ത്യയുടെ M2 മണി സപ്ലൈ എന്ന് നോക്കണം. M2 മണി സപ്ലൈ ഗവൺമെൻറ് പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്ന ഡിജിറ്റൽ മണി അല്ലെ മണി സർക്കുലേഷൻ ഇൻ ഇന്ത്യ. ഇത് കൂടുന്നതിനനുസരിച്ചാണ് ഗോൾഡിൻ്റെ വില കൂടുന്നത്. എന്ന് വെച്ചാൽ ഗോൾഡ് ഒരു അംശമാണ്, പീരിയോഡിക് ടേബിളിൽ അന്നും ഇന്നും വെറുതെ ഇരിക്കുന്നു, ഇതിൻ്റെ വില കൂടുന്നില്ല. ഇപ്പുറത്തെ ഇവന്മാർ പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്നത് കൊണ്ട് കറൻസിയുടെ വാല്യൂ കുറയുകയാണ്. അതേതാണ് ബാക്കി എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഫൈലിനും സംഭവിക്കുന്നത്. ഡയറക്റ്റായിട്ടത് പോകുന്നത് ഏറ്റവും കൂടുതൽ ഗോൾഡിലേക്ക്, അതിനുശേഷം ക്രിപ്റ്റോയിൽ. ക്രിപ്റ്റോ ഇത്രയും വോളറ്റൈൽ ആവാനുള്ള കാരണങ്ങൾ പലതാണ്. അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ സെപ്പറേറ്റ് ക്രിപ്റ്റോ ആയിട്ട് പറയാം. ബട്ട് അഗെയിൻ ടു സം അപ്പ്, നിങ്ങൾക്കുള്ള ട്രബിൾ സേവിങ്സ് ആണെങ്കിൽ RD ഫോക്കസ് ചെയ്യുക. ഇത് തന്നെ നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങളുടെ പ്രോബ്ലമാണ്. അത് മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഇൻകം ചേഞ്ച് ചെയ്യണം. ബേസിക് എപ്പോഴും ആലോചിക്കുക, ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ അല്ലെ ടോട്ടൽ ഇൻകത്തിൻ്റെ 30% നിങ്ങളുടെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് നിങ്ങൾ കവർ ചെയ്യുന്നു, യു ആർ ഫൈനാൻഷ്യലി ഫ്രീ. 1 ലക്ഷം കിട്ടുന്നവന് 30,000 ചിലവ് തീർക്കാൻ പറ്റണം. ഇനി 30,000 മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ 10,000 ചിലവ് തീർത്തേ പറ്റൂ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത് സാധ്യമല്ല. എന്ന് വെച്ചാൽ 1 ലക്ഷം കിട്ടണം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് വെച്ച് എങ്ങനെ 1 ലക്ഷം ഉണ്ടാക്കാം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണോ? ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ. ഇപ്പോൾ നിങ്ങൾ കേട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഹിറ്റ് ദാറ്റ് ലൈക്ക് ബട്ടൺ. അതോടുകൂടെ ഇതുപോലുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ്, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾക്ക് നടന്നു നീങ്ങാൻ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.